ഫാൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൂജാസ് ക്ലീനിങ് ആണ്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലെ കൺവശം ഉണ്ടാക്കിയ വിളക്കാണിത്. അതും കൂടി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇൻഗ്രീഡിയൻസ് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്. അപ്പോൾ ആദ്യം പുളി, ഇതെല്ലാത്തിനും നമ്മൾ കുറച്ച് യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നെക്സ്റ്റ് വിനീഗർ, പിന്നെ വിം ജെൽ, കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ ഇത് അവസാനം ക്ലീൻ ചെയ്യാനുള്ള സബീന പൗഡറാണ് കേട്ടോ. പിന്നെ ഇത് സ്ക്രബ് ഷീറ്റ്, പിന്നെ എല്ലാം ഒന്ന് കോരിയിടാനായിട്ട് സ്പൂൺ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് ഒരു പാത്രമാണ്. ഇത് പഴയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളൊരു പഴയ പാത്രം എടുക്കണേ. എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് കഴുകി കഴിഞ്ഞിട്ട് ഈ വിനിഗറിൻ്റെയും പുളിൻ്റെയും പുളിയൊക്കെ ഈ പാത്രത്തിൽ ഇതുപോലെ ചെറുതായിട്ടൊരു കുത്ത് ഉണ്ടാക്കും. അത് ഓട്ടയാക്കും കേട്ടോ പാത്രത്തിന്. അത് നല്ല പാത്രമൊന്നും യൂസ് ചെയ്യരുത്. ഒരു പഴയ പാത്രം യൂസ് ചെയ്താൽ മതി. കുറച്ച് കുണ്ടുള്ള പാത്രമായാൽ മതി. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഉള്ളിലിട്ടിട്ട് വെള്ളമിട്ട് ഒന്ന് അടച്ചു വെക്കാനാണ്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം വേണ്ടത് പുളിയാണ്. പുളി കുറച്ച് മതി, എല്ലാം കുറച്ച് മതി, ഒരു ഇത്ര മതി കേട്ടോ. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി ഒന്ന് കലങ്ങാനായിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ പിഴിയാം കേട്ടോ. കുറച്ച് അതൊന്ന് കലങ്ങി വന്നാൽ മതി പുളിൻ്റെ. ഒരിത്രയൊക്കെ കലങ്ങിയാൽ മതി, അത്യാവശ്യത്തിന് കലങ്ങിയാൽ മതി. ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോവാണ് വിം ജെൽ. ഒരു സ്പൂൺ വിം ജെല്ലാണ്. നെക്സ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ പലഹാര സോഡയാണ് സംഭവം. അത് ഇടുമ്പോഴേക്കന്നെ ഇങ്ങനെ തുടങ്ങും കുറച്ചിങ്ങനെ. അതുപോലെ വരാൻ മരിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒരു 2 സ്പൂൺ, കുറച്ചധികം, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു മെയിൻ സംഭവമാണ് വേണ്ടത്, ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം. അപ്പം ഞാൻ ഈ ചൂടുവെള്ളം കെറ്റിലാണ് കേട്ടോ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു. അതിന് നല്ല ചൂടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടോ, ഇത്രയും കരി പിടിച്ചിട്ടുള്ള വിളക്കാണ്. ഇത് കഴുകി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല വെളുത്തിട്ടുണ്ടാവും വിളക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാം ഓരോന്നായിട്ട് ഒരു അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതുണ്ടാവും. ഇത് ഞങ്ങൾ ഷോക്കേസിൽ കുറേ ദിവസമായിട്ട് കിടക്കുന്ന ആളായിരുന്നു. ഇത് ഞങ്ങൾ കൽപ്പൂരത്തിട്ട് ഇതൊക്കെ ഇതുപോലെ നല്ല ഊരിയിട്ട് എല്ലാം സിംഗിൾ പീസായിട്ട് ഇടണേ. അപ്പോൾ ഈ പാത്രങ്ങളൊന്നും മുങ്ങാനത്രയ്ക്കും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തിളച്ച വെള്ളം ഇതുപോലെ മുങ്ങി കിടക്കണം. ഇതൊരു 2-3 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ഈ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ കളർ ചേഞ്ചസ് വരും.
അപ്പോൾ ഇത് കണ്ടോ അങ്ങനെ മെല്ലെ ഇതുപോലെ നല്ല ചൂടുണ്ടേ. കണ്ട ഇളക്കി പോരുന്നുണ്ട്. അതുപോലെ ഇതൊരു 2-3 മിനിറ്റ്സ് ആകുമ്പോഴേക്ക് തന്നെ ഇളകി വരും. നമ്മളൊരു 15 മിനിറ്റ്സിന് ശേഷം ഇതെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ അവരെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു സബീന പൗഡർ ഒന്ന് യൂസ് ചെയ്ത് ഒന്ന് തേച്ച് കഴുകിയാൽ നോർമലായി തേച്ച് കഴുകുക. അപ്പോൾ ഇത് കഴുകുന്നതിൻ്റെ മുമ്പ് ആദ്യമുള്ള ഈ ചൂടുവെള്ളം ഒന്ന് ഊറ്റിക്കളയുക. ചൂടുണ്ട് കേട്ടോ, ഊറ്റിക്കളയണേ. അപ്പം ഞങ്ങൾക്കിവിടെ വാഷിംഗ് ഇല്ല. അത് കാരണം ഞങ്ങൾക്ക് ചെറുതായിട്ട് ഞങ്ങൾ വെള്ളം പോകുന്ന ഉള്ളിൽ കൂടിയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. എനിക്ക് വാഷ് ചെയ്യാനായിട്ട് എൻ്റെ കുഞ്ഞുവാവൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെള്ളം മുക്കി ഒഴിച്ച് ഹെൽപ്പ് ചെയ്യാണ് ആള്. നമുക്ക് കൂടെ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫിനിഷ്. റേപ്പപ്പ ഒരു ഹായ് പറഞ്ഞേ. റേപ്പപ്പ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറയ്. ഹായ്. ആള് ഉറങ്ങി നീറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ നമ്മളുടെ പൂജ വെസൽസ് എല്ലാം നല്ല ക്ലീനായി. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ല ടഫ് സ്റ്റൈൻസ് പോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് കണ്ടോ പിങ്ക് കളർ, അത് ഡിസ്കളറേഷനാണ്. പുളി കൂടുതലായാൽ അതുപോലെ ഡിസ്കളറേഷൻ വരും. ചിലപ്പം ഹാഫ് പോർഷൻ വരെ വരും. അത് 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ക്വാണ്ടിറ്റി പുളി എടുത്താൽ മതിയാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.